ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. തലചായ്ക്കാൻ ഇടമില്ലാത്ത അതിദരിദ്രരായ കുടുംബങ്ങളുടെ സുരക്ഷിത ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങി വടക്കാഞ്ചേരി നഗരസഭ. പദ്ധതിയുമായി ഹാബിറ്റേറ്റ് MD ഡോക്ടർ ശങ്കർ ഭവന നിർമ്മാണ സ്ഥലങ്ങൾ സന്ദർശിച്ചു. നഗരസഭയുടെ അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ട 9 പേർക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. പൊതുജനങ്ങൾ, വിവിധ സംഘടനകൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവരുടെ മാനുഷിക വിഭവശേഷി പ്രയോജനപ്പെടുത്തി ജനകീയ പങ്കാളിത്തത്തോടെ ഹാബിറ്റാറ്റിന്റെ മേൽനോട്ടത്തിലാണ് വീടൊരുക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഹാബിറ്റാറ്റ് MD ഡോക്ടർ ശങ്കർ ഭവന നിർമ്മാണ സ്ഥലങ്ങൾ സന്ദർശിച്ചു. 300 മുതൽ 400 വരെ സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ 2 മുറികളും അടുക്കളയും ശൗചാലയവും ഉൾപ്പെടുത്തി ആവശ്യമായ സൗകര്യങ്ങളോടെയാണ് വീട് നിർമ്മിക്കുന്നത്. ഭാവിയിൽ വീട് വിപുലപ്പെടുത്താൻ ആവശ്യമായ സൗകര്യവും ഉൾപ്പെടുത്തി പ്രകൃതിയോട് ഇണങ്ങും വിധത്തിലാണ് വീടൊരുക്കുക. വീട്ടിലേക്ക് ആവശ്യമായ വെള്ളവും വൈദ്യുതിയും ഉറപ്പുവരുത്തും. സംസ്ഥാനത്ത് ആദ്യമായാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് നഗരസഭ നേരിട്ട് വീട് നിർമ്മിച്ചു നൽകുന്നത്. ഹാബിറ്റാറ്റ് MD ഡോക്ടർ ശങ്കർ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രനുമായി ചർച്ച നടത്തി. വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്ഥിരസമിതി അധ്യക്ഷരായ MR അനൂപ് കിഷോർ, AM ജമീല B, PR അരവിന്ദാക്ഷൻ, CV മുഹമ്മദ് ബഷീർ, സ്വപ്ന ശശി, നഗരസഭാ സെക്രട്ടറി KK മനോജ്, മെമ്പർ സെക്രട്ടറി ശോഭന, കുടുംബശ്രീ ചെയർപേഴ്സൺ സിന്ധു, PMAY എക്സ്പെർട്ട് സുധീഷ് എന്നിവർ പങ്കെടുത്തു. ഒക്ടോബർ മാസത്തോടെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ വടക്കാഞ്ചേരി നഗരസഭ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്ന ലക്ഷ്യപ്രാപ്തിയിലെത്തും. അതിദാരിദ്ര്യ പട്ടികയിലുണ്ടായിരുന്ന 83 കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന നഗരസഭയുടെ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. വീടും സ്ഥലവുമില്ലാത്ത 6 കുടുംബങ്ങൾക്ക് മനസ്സോടിത്തിരി പദ്ധതിയിലൂടെ ഒരാൾക്ക് 3 സെന്റ് സ്ഥലം വീതം ലഭ്യമാക്കിയിട്ടുണ്ട്. 38 കുടുംബങ്ങളുടെ ഭവന പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തീകരിച്ചു. ഇതുകൂടാതെ ഉജ്ജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 28 കുടുംബങ്ങൾക്ക് വരുമാനം നേടിക്കൊടുക്കുവാനും വിവിധ പദ്ധതികൾ വഴി 10 കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭം ഒരുക്കി കൊടുക്കുവാനും നഗരസഭയ്ക്ക് കഴിഞ്ഞു. 8 കുടുംബങ്ങൾക്ക് ആവശ്യമായ ടോയ്ലറ്റ് സംവിധാനവും കുടിവെള്ള സംവിധാനവും ഒരുക്കി. 4 പേർക്ക് വീൽ ചെയർ നൽകി. അവകാശ രേഖകളില്ലാതെ നഗരസഭയിൽ ഒരാളും അവശേഷിക്കരുത് എന്ന ലക്ഷ്യത്തോടെ അവർക്ക് ആവശ്യമായ ആധാർ, റേഷൻ കാർഡ്, വോട്ടർ ID തുടങ്ങിയ എല്ലാ രേഖകളും നൽകിയിട്ടുണ്ട്. അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷണ കിറ്റും പാലിയേറ്റീവ് കെയർ മുഖേന മരുന്നും വിതരണം ചെയ്യുന്നുണ്ട്. പുതിയ അധ്യയന വർഷത്തിൽ അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ട കുടുംബങ്ങളിലെ 27 കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. അതിദരിദ്രയില്ലാത്ത നാടായി കേരളത്തെ മാറ്റുക എന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കാണ് നഗരസഭ അടുക്കുന്നത്. വേദിയിലെ വൈസ് ചെയർപേഴ്സൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, ഹാബിറ്റേറ്റ് ടീം എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ ശങ്കർ സാറ് നേരിട്ട് വന്ന് നമ്മുടെ നഗരസഭയിലെ അതിദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്, അദ്ദേഹം ഇത് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ മഹാഭാഗ്യം തന്നെയാണ്. ഇത്ര ചെറിയ ഒരു കാര്യം ഏറ്റെടുത്ത് അത് നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി വന്നു കഴിഞ്ഞിരിക്കുകയാണ്. വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് ഒരു ചരിത്രമുണ്ട്. നഗരസഭ സ്റ്റേറ്റിലെ ഏറ്റവും കൂടുതൽ വീട് നിർമ്മിച്ചു കൊടുത്ത നഗരസഭയാണ്, ലൈഫ് ഭവനത്തിൽ. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ വീടും സ്ഥലം ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു ഫ്ലാറ്റ് നിർമ്മാണം, അതും വിവാദമായതാണ്. ചരപ്പറമ്പ് ഫ്ലാറ്റ് നിർമ്മാണത്തെക്കുറിച്ച് സാറ് അറിയുണ്ടാവും. PCB ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.